ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. സമൂസ ഷീറ്റ്സ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സമൂസേൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാനിന്ന് വന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ടേ. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് വേകുന്ന നേരം കൊണ്ട് നമുക്ക് സമൂസയ്ക്ക് വേണ്ട ഷീറ്റൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഈസിയാണ്. നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ പരത്തിയെടുക്കുന്നത് അതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. ഇവിടെ ഞാനൊരു ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് ഉപ്പും ഓയിലും വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റ് മൂടി വെക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സമൂസയിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 വലിയ സവാളയാണ് എടുത്തത്. അത് ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സമൂസയിലേക്ക് വേണ്ട ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതാ ആ മാവ് ഉരുളകളാക്കി ഓരോന്നായിട്ട് നമ്മുടെ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ 4ആയിട്ട് കട്ട് ചെയ്യാം.
ഇനി ഇതിന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്കിതാ ഇതേപോലെ മടക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ഈ ചിക്കൻ്റെ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ കവർ ചെയ്തിട്ട് നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പാക്കി മാറ്റാം. അങ്ങനെ ഞാനിത് എല്ലാ ഷീറ്റിലും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറേ ഓയിലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഇടയ്ക്ക് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കോരിയെടുക്കാം. എന്താ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ ഇനി സമൂസ കഴിക്കണമെന്ന് തോന്നുമ്പോൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സമൂസ ഷീറ്റ്സിന് വേണ്ടിയിട്ട് എങ്ങോട്ടും ഓടേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.